ഹായ് ഗായ്സ്, എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നീയയും അവളുടെ ഫ്രണ്ടിനെയാണ്. അവർ രണ്ടുപേരും കൂടിയിട്ട് നീയും ലിന്നും ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ലിൻ നീയെ നോക്കി ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവുക. അപ്പോൾ നീയുടെ ഫ്രണ്ടാണെങ്കിൽ ഇവിടെ എന്താ നടക്കണമെന്നൊക്കെ നീയുടെ അടുത്ത് പറയും. നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ചിലവൊന്നുമില്ല എന്ന് നീയുടെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ നീ പറയും, ഇന്ന് വൈകുന്നേരം എല്ലാവർക്കുമായിട്ട് ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിൻ ഒരു ബിസിനസ് ട്രിപ്പിന് പോകുന്നു. അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ടാവും. നീയും ലിന്നും നല്ല സംസാരത്തിലായിരിക്കും. അവർ രണ്ടുപേരും സംസാരിക്കുന്ന കണ്ടിട്ട് ഫ്രണ്ട്സ് അത് തന്നെ നോക്കിയിരിക്കും. എന്നിട്ട് ലിന്നിൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ ബോസ് ആയിട്ടല്ലല്ലോ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ടായിട്ടല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ച് തരണമെന്നും പറയും. അപ്പോൾ ലിൻ അവരുടെ അടുത്ത് എത്ര ഫുഡ് വേണമെങ്കിൽ മേടിച്ചോളാൻ പറയും. ആ സമയത്ത് തന്നെ അവിടേക്ക് ലിന്നിൻ്റെ ഫ്രണ്ട് ഫെങ്ങും വന്നിട്ടുണ്ടാവും. അവൻ വന്നിട്ട് വേഗം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കും. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫെങ് അവിടെ നിന്ന് പോവും. പിന്നീട് ലിന്നും നീയും ഫ്രണ്ട്സും കൂടിയിട്ട് നീയുടെ റൂമിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. ഫ്രണ്ട്സ് അപ്പോൾ നീയെ ലിന്നിൻ്റെ അടുത്താക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അപ്പോൾ നീ ഇനി എന്താ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് കാറിലിരിക്കുന്ന സമയത്ത് ലിൻ മെല്ലെ കാറിൽ നിന്ന് ഇറങ്ങി ഒരു കുട എടുത്തിട്ട് വരും. എന്നിട്ട് അവനെ കണ്ണടയൊക്കെ മാറ്റി നീയെ ആ കുടയിൽ കൂട്ടിയിട്ട് കൊണ്ടുപോകും. രണ്ടുപേരും ഡേറ്റ് ചെയ്യണതുകൊണ്ട് നല്ല ഹാപ്പി ആയിരിക്കും. ലിൻ അപ്പോൾ നീയുടെ അടുത്ത് ഇനി നമ്മൾ ഒരുപാട് മിസ് ചെയ്യൂലേ എന്ന് പറയും. അപ്പോൾ നീയും മിസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ലിൻ, ഞാനിപ്പോൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഒരു ട്രിപ്പ് പോകണേൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ പോകാതെ പറ്റില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നീയും അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ലിൻ നീയുടെ അടുത്ത്, എന്തായാലും ഞാൻ കുറേ ദിവസത്തിന് വേണ്ടി ട്രിപ്പ് പോവല്ലേ, അത്ര നാൾ ഓർത്തിരിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറയും. അപ്പോൾ നീ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ലിൻ കൂടെ മെല്ലെ ചിരിച്ചിട്ട് നീയുടെ നെറ്റിയിലൊരു കിസ് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും ഹാപ്പി. പിന്നെ ലിൻ അവൻ്റെ ബിസിനസ് ട്രിപ്പിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവും. നീ ആണെങ്കിൽ കഫറ്റീരിയയുടെ വർക്കിന് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരിക്കും. അവൾ ഒരുപാട് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ലിൻ ആണെങ്കിൽ അവൻ കഴിക്കുന്ന ഫുഡൊക്കെ എടുത്തിട്ട് നീക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ടാവും. നീയും അത് തന്നെ ചെയ്യുന്നുണ്ടാവും. നീ ലിന്നില്ലാതെ ഞാൻ ഒരുപാട് മൂഡ് ഔട്ടിലാണെന്നൊക്കെ അവൻ്റെ അടുത്ത് പറയും. അവൾ കഫറ്റീരിയയുടെ വർക്കിന് വേണ്ടി മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്നൊക്കെ അവൻ്റെ അടുത്ത് പറയുമ്പോൾ അവൻ അതൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അവളെ ചീറപ്പ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും വർക്കിൽ ബിസി ആയിരിക്കും. പിന്നെ ഒരു ദിവസം രാത്രി നീക്ക് ഒരു മെസ്സേജ് വരും. അവൾ എന്താണെന്ന് പോയി നോക്കുമ്പോൾ അതൊരു ബയോഡേറ്റ ആയിരിക്കും. ലിന്നിൻ്റെ ബയോഡേറ്റയാണ് ഉണ്ടാവുക. അപ്പോൾ അവൾ ലിന്നിൻ്റെ അടുത്ത് എന്തിനാ ബയോഡേറ്റ എനിക്ക് അയച്ചിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിനക്കറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ നിൻ്റെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, എൻ്റെ കാര്യങ്ങളും അറിയണ്ടേ, ഞാൻ നിനക്കൊരു ബയോഡാറ്റ അയച്ചു തരാമെന്ന് പറയും. അപ്പോൾ ലിൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് നീയുടെ അടുത്ത് പറയും. നിൻ്റെ ബയോഡാറ്റത്തെ കാര്യങ്ങൾ മാത്രമല്ല, നിനക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളതെന്ന് വരെ എനിക്കറിയാമെന്ന് ലിൻ അവളുടെ അടുത്ത് പറയും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എണീറ്റതും നീ ലിന്നിനാണ് ആദ്യം മെസ്സേജ് അയക്കുക. എന്നിട്ട് അവൾ ആലോചിക്കും, ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആവില്ലേ, എല്ലാ സമയത്തും ഡേറ്റ് ചെയ്യണ ആളെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലേ എന്നൊക്കെ. പിന്നീട് അവൾ ചായയൊക്കെ കുടിക്കായിരിക്കും. അപ്പോഴാണ് അവൾ ലിന്നിൻ്റെ ബയോഡാറ്റ നോക്കുക. അതിൽ ലിന്നിൻ്റെ പേരിൻ്റെ അർത്ഥം ഒരു മരക്കുറ്റി എന്നായിരിക്കും. അപ്പോൾ അവൾ വേഗം ലിന്നിന് മെസ്സേജ് അയക്കും, എന്താ നിൻ്റെ പേരിൻ്റെ അർത്ഥം വെറും മരക്കുറ്റി എന്നാണല്ലോ, നീ വളർന്നൊന്നുമില്ലേന്ന്. അപ്പോൾ ലിൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക, എനിക്ക് വളരാൻ സൺഷൈൻ വേണം, അതെനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ എന്നായിരിക്കും. അപ്പോൾ നീയുടെ പേരിൻ്റെ അർത്ഥം കാണിക്കും, അത് സൺഷൈൻ എന്നായിരിക്കും. നീയുടെ ലൈഫിൽ ഒരു ഷൈൻ വന്നത് ലിൻ വന്നതിന് ശേഷം തന്നെയാണ്. ലിന്നിൻ്റെ ലൈഫിലും അതുപോലെ തന്നെ. പിന്നീട് കാണിക്കുന്നത് ഓഫീസാണ്. ഓഫീസിൽ കഫറ്റീരിയയുടെ വർക്കായിട്ടുള്ള മീറ്റിങ്ങുകൾ തന്നെ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. നീക്കപ്പോൾ ഒരു കോള് വരും. അത് അവളുടെ ആൻറ്റി ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ലിന്നും നീയും ഡേറ്റ് ചെയ്യുകയാണെന്നൊക്കെ അറിഞ്ഞല്ലോ, ഏതുവരെയായി കാര്യങ്ങളെന്നൊക്കെ നീയുടെ ആൻറ്റി നീയുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ എല്ലാം നന്നായി പോകണമെന്ന് പറയുമ്പോൾ പിന്നെ ആ ലിന്നിൻ്റെ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ പോണില്ല, അങ്കിൾ മാത്രമേ പോകണുള്ളൂ എന്നൊക്കെ അവളടുത്ത് ആൻറ്റി പറയും. അപ്പോഴേക്കും ആൻറ്റിക്ക് വർക്ക് വരുന്ന കാരണം കൊണ്ട് ആൻറ്റി വേഗം ഫോൺ വയ്ക്കും. പിന്നീട് നീ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയ സമയത്താണ് ലിൻ അവളെ വിളിക്കുക. അവൻ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ പോവുക മുത്തശ്ശൻ്റെ ബർത്ത്ഡേക്കാണെന്ന് അവളടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരാമെന്ന് പറയും. എനിക്ക് സൺഡേ തന്നെ വരണമെന്നുണ്ട്, പക്ഷേ അന്ന് വരാൻ പറ്റില്ലല്ലോ എന്ന് അവൻ പറയുമ്പോൾ എന്താ സൺഡേ തന്നെ വരണമെന്ന് ഇത്ര നിർബന്ധമെന്ന് അവൾ ചോദിക്കും. കാരണം എൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെ അല്ലേ എന്ന് അവൻ പറയണ സമയത്ത് അവൾക്ക് ചിരി വരും. അങ്ങനെ അവൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് ബാക്കിലുണ്ടാവുക. ഫ്രണ്ട്സ് ഇവളെ കണ്ട് കളിയാക്കാൻ തുടങ്ങും. അവളപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒന്ന് നിർത്തുമെന്ന് പറയും. എന്നിട്ട് അവൾ ആലോചിച്ച് നോക്കും, എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ടെന്ന്. എന്നിട്ട് അവൾ നേരെ ആൻറ്റിക്കൊരു മെസ്സേജ് അയക്കും. പിന്നീട് കാണിക്കുന്ന ഒരു വലിയ സിറ്റിയാണ്. ആ സിറ്റിയിൽ ഒരു കാർ വന്ന് നിൽക്കും. കാർ വന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്നൊരു ലേഡി ഇറങ്ങുന്നുണ്ടാവും. അത് വേറെ ആരല്ല, നമ്മുടെ നീ തന്നെയാണ്. അവൾ ആ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. അത് വേറൊന്നിനല്ല, ലിന്നിനെ കാണാൻ വേണ്ടി മാത്രം.
അങ്കിളിനും അക്കാര്യം അറിയാം. അങ്ങനെ അവർ രണ്ടുപേരും പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെയുള്ള എല്ലാവരും അവരെ പരിചയപ്പെടാൻ വരും. അപ്പോൾ നീയെ എല്ലാവരും കാണുമ്പോൾ ഇത്ര ഭംഗിയുള്ള പെൺകുട്ടീനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മക്കൾക്കൊക്കെ വിവാഹം ആലോചിക്കാനൊക്കെ നോക്കും. അങ്കിൾ അപ്പോൾ അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കണുണ്ടാവും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടേക്ക് ലിനിൻ്റെ അങ്കിളും ആൻറ്റിയും കൂടി വരിക. എന്നിട്ട് നീയുടെ അങ്കിളിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. നീയെയും പരിചയപ്പെടും. ആ സമയത്ത് നീ ലിന്നിനെ എല്ലാവിടെയും തിരയുണ്ടാവും, പക്ഷെ അവനെ കാണുകയില്ല. അവസാനം അവൻ അവിടേക്ക് എത്തും. അപ്പോൾ അവനെ കാണുന്ന സമയത്ത് അവൻ ഇവളെ കാണണ്ടെന്ന് വിചാരിച്ച് ഇവള് വേഗം ഒളിഞ്ഞു നിൽക്കും. അങ്കിളും ആൻറ്റിയൊക്കെ ലിന്നിനെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ലിന്നാണെങ്കിൽ വേറെ ആരോടോ സംസാരിച്ച് നിൽക്കുമായിരിക്കും. നീ അപ്പോൾ ഒളിഞ്ഞു നിൽക്കുന്ന കണ്ടിട്ട് അങ്കിള് നീ എത്ര നേരം ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കും, അവൻ നിന്നെ കണ്ടുപിടിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. ആ സമയത്താണ് ലിന്നിൻ്റെ മുത്തശ്ശൻ വരിക. അപ്പോൾ എല്ലാവരും മുത്തശ്ശനെ നോക്കി നിൽക്കുന്നുണ്ടാവും. മുത്തശ്ശൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടാവും. അത് ആ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും മകനാണ്. അവൻ്റെ പേരാണ് ഷൻ. അവരങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരും പറയുണ്ടാവും ഇനി ചിലപ്പോൾ ഭാവിയിൽ കമ്പനി നോക്കുക ഷെന്നായിരിക്കും എന്ന്. ആ സമയത്ത് തന്നെ മറ്റു ചിലർ പറയുണ്ടാവും അത് ചിലപ്പോൾ ലിന്നു ആവാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഷൻ എന്താ കാട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഗ്ലാസ് എടുത്തിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് ചിയേഴ്സ് പറയും. നമ്മുടെ ഹീറോയും ചിയേഴ്സ് പറയുമ്പോൾ അവൻ ആ ഗ്ലാസ് തിരിച്ചു വെച്ച് വേറൊരു ഗ്ലാസ് എടുത്തിട്ട് പോവും. ലിന്നിനെ മനഃപൂർവ്വം അത്ര ആളുകളുടെ മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട്. അവനപ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമമൊക്കെ ആവും. എന്നിട്ട് അവൻ തല താഴ്ത്തി നിൽക്കും. അങ്കിളും ആൻറ്റി ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ടാവും. ഷൻ എന്നിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവും. ലിൻ അത് തന്നെ കുടിക്കുന്നുണ്ടാവും. നീ അപ്പോൾ ഇതൊക്കെ കണ്ട് വിഷമിക്കുന്നുണ്ടാവും. അവൻ എന്നിട്ട് ആ ഗ്ലാസും പിടിച്ച് അങ്ങനെ തലനാഴ്ത്തി നിൽക്കുന്ന സമയത്ത് നീ വേഗം അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ലിന്നിൻ്റെ അടുത്തേക്ക് പോവും. ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവാ, ഇനി ഞാൻ ഒളിഞ്ഞു നിൽക്കണില്ല എന്ന് പറയും. എന്നിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് നടന്നു പോയി അവൻ്റെ അടുത്ത് പോയിട്ട് ലിന്ന് വിളിക്കും. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കും. അവൻ തന്നെ ഷോക്കായിട്ടുണ്ടാവും. നീ എന്നെ കാണാൻ വേണ്ടി ഇത്ര ദൂരം വന്നോ എന്ന് ചോദിക്കും. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചുറ്റുള്ള എല്ലാവരും ഇവരെ തന്നെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അവർക്കെല്ലാവർക്കും ഒരുപാട് സംശയം ഉണ്ടാവും ലിന്നും നീയും ഡേറ്റ് ചെയ്യാണോ അല്ലേ എന്നൊക്കെ. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ച് കഴിഞ്ഞ് കയ്യും പിടിച്ച് നേരെ നീയുടെ അങ്കിളിൻ്റെ അടുത്തേക്ക് പോവും. നീയുടെ അങ്കിളാണെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നീയുടെ ലിന്നിൻ്റെ കാര്യം ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചുകൊണ്ടിരിക്കും. ലിന്നും നീയും അപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കും. അവരങ്ങനെ അങ്കിളിൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശൻ ഇതെല്ലാം കാണുക. അപ്പോൾ ലിന്നിൻ്റെ മുത്തശ്ശൻ ലിന്നിനെ അവൻ്റെ അടുത്തേക്ക് വിളിക്കും. അങ്ങനെ അവൻ നീയും കൂട്ടി മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവളെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. മുത്തശ്ശൻ ഇപ്പോഴെങ്കിലും നിനക്കൊരു ഗേൾഫ്രണ്ടൊക്കെ സെറ്റായല്ലോ എന്ന് പറഞ്ഞാൽ അവനെ കളിയാക്കുന്നുണ്ടാവും. ഇതൊക്കെ ഷെന്നും ശ്രദ്ധിക്കുന്നുണ്ടാവും. അവനതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ അവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അങ്കിളിൻ്റെ അടുത്ത് നീയെ ഞാൻ കുറച്ച് നേരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ലിൻ അവളുടെ കൈയും പിടിച്ച് ആ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോവും. നല്ല കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും രണ്ടുപേരും നടക്കുന്നുണ്ടാവുക. ചുറ്റുള്ളവരൊക്കെ ആ സമയത്ത് അവരെ തന്നെ നോക്കുന്നുണ്ടാവും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.